3 തരത്തിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. വെളിച്ചത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല ഇരുടാണ്, ഇവിടെ കറണ്ട് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് റിംഗ് ലൈറ്റ് ഒന്നും വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കുറച്ചുകൂടി അറിയാവുന്ന കുറച്ച് പേടിയുള്ളൊരു സാധനം പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ചേട്ടന്മാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും ഒരു ബോയ്സ് ഗേൾസ് മാത്രമല്ല ബോയ്സും കൂടി അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ലവേഴ്സ് ഉണ്ടാവും, വൈഫ് ഉണ്ടാവും, പെങ്ങൾ, ഇങ്ങനെയൊക്കെ ഓരോരോ കാറ്റഗറിയുള്ള ആൾക്കാരില്ലേ വീട്ടിലെ. അതുകൊണ്ട് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണമെന്നില്ല, നിങ്ങളും കൂടി കേൾക്കുന്നത് നന്നായിരിക്കും. അതായത് ഇതാണ് നമ്മുടെ ഭീകര വസ്തു, അതായത് മെൻസ്ട്രൽ കപ്പ്. ഇത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല, പക്ഷെങ്കിൽ യൂസ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ടാവും. അത് കാരണം ഇന്ന് അറിവില്ലായ്മയാണ് ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഇഷ്ടംപോലെ യൂട്യൂബിൽ എത്ര വീഡിയോസ് ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് നെഗറ്റീവ് പറയാനുണ്ട്, പോസിറ്റീവ് പറയാനുണ്ട്. പക്ഷെ ഇത്രയും ഞാൻ വീഡിയോസ് കണ്ടിട്ടാണ് ഈ സാധനം വാങ്ങുന്നതും യൂസ് ചെയ്യുന്നതും. എൻ്റെ അനുഭവം ഞാൻ ഒരു സൈഡിൽ കൂടി ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ ഒരു വസ്തുവിനെ കുറിച്ച് ഞാൻ എല്ലാവരോടും ചോദിച്ചു. അതായത് മെൻസ്ട്രൽ കപ്പ് ഇതിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും ചോദിച്ചു. അതായത് കാറ്റഗറി വെച്ചിട്ട് ചോദിച്ചു. ടീനേജേഴ്സിനോട് ചോദിച്ചു, മാരീഡ് വുമണിനോട് ചോദിച്ചു, കുട്ടികളായ ആൾക്കാരോട് ചോദിച്ചു. പക്ഷെ എല്ലാവർക്കും ഈ ഒരു വസ്തു എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഭയങ്കര പേടിയാണ്. സത്യം പറയാലോ. അതായത് ഒരു കല്യാണം കഴിഞ്ഞു പോട്ടെ, ഒരു 2-3 കുട്ടികളൊക്കെ ആയവർക്ക് വരെ ഈ ഒരു സാധനം പേടിയാണെങ്കിൽ ഇതെന്തോ ഒരു ഭയങ്കര ഒരു ഭീകര വസ്തുവായിട്ടല്ലേ കാണുന്നത്. അതായത് നാട്ടുംപുറയല്ല, അങ്ങനെയല്ല, നാട്ടുംപുറയിലെ സിറ്റി എല്ലാ കാറ്ററോടും ചോദിച്ചു. പുറത്തൊക്കെ പഠിക്കുന്ന പിള്ളന്മാരോട് ചോദിച്ചു, ഇതെങ്ങനെയാടാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. ചേച്ചി ഇത് വാങ്ങിക്കണ്ട, എനിക്ക് പേടിയാണ്, നമ്മളൊന്നും യൂസ് ചെയ്യത്തില്ലേ. അതായത് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ കല്യാണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അതിനെക്കുറിച്ച് ഓരോരോ പ്രശ്നങ്ങൾ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കത്തില്ലേ, അതൊക്കെ ആയിരിക്കാം കാരണം. പിന്നെ നേരിടായിട്ട് കുട്ടി ആർക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ പേടിയെന്നുള്ള കാര്യമൊക്കെ തീരെ പിടികിട്ടിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് മെൻസ്ട്രൽ കപ്പ്. വാട്ട് ഈസ് മെൻസ്ട്രൽ കപ്പ്? അതായത് ആർത്തവ കപ്പ് എന്ന് മലയാളത്തിൽ പറയും. അതായത് നമ്മൾ പീരീഡ്സിൻ്റെ സമയത്ത് യോനിക്കകത്ത് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് തന്നെ ബ്ലഡ് ശേഖരിക്കും കേട്ടോ ചെയ്യുന്നത്. അതായത് അവിടെ നിന്ന് ബ്ലഡ്, അതായത് സാധാരണ നിങ്ങൾ പാഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതല്ല ഞാൻ ബോയ്സിൻ്റെ ഒരു ആ രീതിയിൽ പറഞ്ഞ പാഡ് കേട്ടിട്ടില്ല. അതായത് നമ്മുടെ ബ്ലഡ് നമ്മൾ ഇതിൽ വെച്ചിട്ട്, അതായത് പാൻറ്റീസിലൊക്കെ ഒട്ടിച്ചിട്ട് അവിടെ നിന്നാണ് ബ്ലഡ് നേരിട്ട് നമ്മൾ അതിലേക്ക് എടുക്കുന്നത്. പക്ഷേ ഇത് നമ്മളെ യോനിക്കകത്ത് വെച്ചിട്ട് തന്നെ ബ്ലഡ് ശേഖരിക്കും. ഇത് വെക്കുന്നത് സെർവിക്സിൻ്റെ, അതായത് ഗർഭാശയ മുഖത്തിന് ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലഡ് അവിടെ നിന്ന് തന്നെ ശേഖരിക്കും, യോനിക്കുള്ളിൽ തന്നെ ശേഖരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് ഇറിറ്റേഷനും വരും. അതായത് ഗേൾസിന് പൊതുവെ നമുക്ക് ബ്ലീഡിങ് വരുന്ന സമയത്ത്, അതായത് പാഡ് വെക്കുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷനും, അല്ലാതെ ഒരുമാതിരി എന്താ പറയുക, ഒരു നനവൊക്കെ തട്ടുമ്പോൾ നമുക്ക് ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് അതൊന്നും ഉണ്ടാവില്ല. അതായത് ഒരു ഇറിറ്റേഷനോ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വസ്തു നിർമ്മിക്കുന്നത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ അല്ലെങ്കിൽ റബ്ബർ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിസ്ഥിതിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതായത് ഒരു വഴുവഴുപ്പായാണ്, നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നിർമ്മിക്കുന്നത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കൺ അല്ലെങ്കിൽ റബ്ബർ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിസ്ഥിതിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകുന്നില്ല. ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഒരു 4-5 വർഷം വരെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് പാഡുമായിട്ട് കമ്പയർ ചെയ്ത് ജസ്റ്റ് നോക്കുന്ന സമയത്ത് നല്ല ലാഭം ഉണ്ടാവും. കാരണം പാഡ് നല്ല റേറ്റ് ഉണ്ട്. നമുക്ക് പാഡുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല പ്രൈസിൻ്റെ നല്ല ഇതുണ്ട്. അതായത് ഒരു മന്ത്ലി നമുക്ക് ചിലവാകുന്ന റേറ്റ് നോക്കുവാണെങ്കിൽ ഈ മെൻസ്ട്രൽ കപ്പ് തന്നെയാണ് ബെറ്റർ. ഇതൊക്കെയാണ് ഒരു സാധാരണ ജസ്റ്റ് ഒരു പേഴ്സൺ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ അറിഞ്ഞിരിക്കണ്ടോ, അങ്ങനെയല്ല. ഇതിൻ്റെ കൂടുതൽ അറിയുന്നവർക്ക്
ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അന്ന് ജസ്റ്റ് ഗൂഗിളൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു നോർമലായിട്ടുള്ള എല്ലാ പേഴ്സൺസിനും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നെയുള്ളൂ. ഇനി ഇതിൻ്റെ സെക്കൻഡ് നമുക്ക് അറിയേണ്ടത് ഇതെങ്ങനെ ഹൗ ടു യൂസ്, അതായത് ഇത് എങ്ങനെ യൂസ് ചെയ്യാം, ഇത് ഇൻസേർട്ട് ചെയ്യാം, അതായത് യോനിക്കകത്ത് നമ്മൾ ഇൻസേർട്ട് എങ്ങനെ ചെയ്യാന്നുള്ള, അതായത് 3 തരത്തിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു മെൻസ്ട്രുവൽ കപ്പ്, നിങ്ങൾ കപ്പ് കാണുന്നില്ല, ഇത് ഈ ഒരു കപ്പ് ജസ്റ്റ് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് ഒരു മെത്തേഡാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് തന്നെ ഇതിന് ഈക്വൽ ആയിട്ട് വെച്ചിട്ട് നമുക്കിത് യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചിട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കാക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് ഈ ഒരു ടൈപ്പിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ 3 തരത്തിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് എനിക്കൊരു പേടിയുണ്ട്, ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കയറുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതൊന്നും പേടിക്കണ്ട. ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ അനുഭവം വെച്ചിട്ട് എന്താണ് കയറും. ഈ ഒരു വെച്ചിട്ട് നമ്മൾ എനിക്കൊരു ബോട്ടിലോ കാര്യങ്ങളോ ഇങ്ങനെ വെച്ചിട്ട് താഴോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എനിക്ക് കൂടുതലായിട്ട് ഇതാന്ന് തോന്നി, ഈസി ആയിട്ട് തോന്നിയത്. എന്നിട്ട് ഈ ഒരു മെത്തേഡിൽ, അതായത് നമുക്ക് യോനിയാന്ന് വിചാരിക്കുക, അതായത് നമുക്കൊരു ബോട്ടിലോ കാര്യമൊന്നും കുറേ നോക്കിയിട്ടോ എന്നിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഇതാവും. അതായത് അത് മൊത്തത്തിൽ ഉള്ളിലേക്ക് പോകും. അല്ലാണ്ട് ഉള്ളിൽ പോയിട്ട് നിങ്ങൾക്കൊരു ടെൻഷൻ ദൈവം ഇങ്ങനെ നിൽക്കുമെന്ന് ഒന്നുമില്ല. ഉള്ളിൽ പോയ സമയത്ത് ജസ്റ്റ് ആ ഒരു തരത്തിൽ തുറന്നിങ്ങ് പോരും. അന്നേരം അതിൻ്റെ ഉള്ളിൽ നേരിട്ട് ബ്ലഡ് വരുന്ന സമയത്ത് നമ്മളത് ഒരു 4 hours, ഒരു 5 hours ഒക്കെ കഴിഞ്ഞാൽ, നല്ല ബ്ലീഡിങ് ഒക്കെ ഉള്ള 4 hours 5 hours കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട്, ജസ്റ്റ് പ്രസ് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. ഈ ഒരു ഇതുള്ളത് കൊണ്ട് വേഗം നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഇത് ഉള്ളിലേക്ക് പോകുന്നുള്ള ടെൻഷൻ ഒരിക്കലും വേണ്ട. ഒരിക്കലും ഇതൊന്നും ഉള്ളിലേക്ക് കയറി പോകത്തില്ല. എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട്, ഇത് ഉള്ളിൽ പോയാൽ പുറത്തേക്ക് വരുമെന്ന്. പക്ഷെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉള്ളിൽ പോയാൽ അത് പുറത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇത് വലിച്ചെടുക്കുക. എന്നിട്ട് ബ്ലഡ് നോർമലായിട്ട് ടോയ്ലറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അതായത് സ്റ്റെറിലൈസ് ചെയ്യണം. അതായത് ഒരു ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് അതിലൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഇതിപ്പോൾ ഒരു കട്ടിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ കാണുമ്പോൾ, അതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ ഒരു നമുക്ക് മാനേജ് ചെയ്യുന്ന തരത്തിൽ, ഇൻസേർട്ട് ചെയ്യുന്ന തരത്തിൽ. ഇതിപ്പോൾ എനിക്ക് പിടിക്കുമ്പോൾ എന്തോ പോലെയൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് തോന്നില്ല ഞാൻ ഇങ്ങനെ കളിക്കുന്ന കേട്ടിട്ട്. അതാണ് ഞാൻ പറഞ്ഞാൽ ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഇട്ടിട്ട് അതാക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഇപ്പോൾ വീക്കിലി കഴിഞ്ഞ് എന്താ പീരീഡ്സ് കഴിഞ്ഞാൽ തന്നെ നല്ലോണം സൂക്ഷിച്ച് വെക്കും. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒരു ഇതിട്ട് കിട്ടും. അത് ഏതിൻ്റെ കൂടെയും കിട്ടും. ഇതുപോലെ വെച്ചിട്ട് സെക്കൻഡ് മന്ത് എടുക്കുന്ന രീതിയിൽ, അടുത്ത മന്ത് എടുക്കുന്ന രീതിയിൽ നല്ലോണം സുരക്ഷിതമായിട്ട് വെക്കും. അടുത്ത നമ്മളെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് സൈസ് തന്നെ എടുക്കുക. ഹൗ ടു ചൂസ് സൈസ് ആൻഡ് ഏജ്. അതായത് അടുത്തത് നമ്മളെ ഏറ്റവും വലിയ ഡൗട്ടാണ് ഹൗ ടു ചൂസ് സൈസ് അല്ലെങ്കിൽ ഏജ്. ഏജും സൈസിനനുസരിച്ച് ഇതെങ്ങനെ മെൻസ്ട്രുവൽ കപ്പ് തിരഞ്ഞെടുക്കാം. അതായത് 3 സൈസിലാണ് മെൻസ്ട്രുവൽ കപ്പ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്മോള്, മീഡിയം, ലാർജ്. അതായത് സ്മോൾ സൈസ് വരുന്നത് ടീനേജേഴ്സിനാണ്. മീഡിയം സൈസ് വരുന്നത്, അതായത് ഒരു മാരീഡ് വുമൺ ആണെങ്കിൽ മീഡിയം സൈസ് യൂസ് ചെയ്യാം. ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ ഒരു പേഴ്സൺ ആണെങ്കിൽ ലാർജ് യൂസ് ചെയ്യാം. അതായത് ഫ്ലോ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ടീനേജേഴ്സിന്, അതായത് 16 വയസ്സ് മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം യൂസ് ചെയ്യുന്നത്. ടീനേജേഴ്സ് മസ്റ്റായിട്ട് നിങ്ങൾ സ്മോൾ സൈസേ വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ. ഒരു തരത്തിലും മീഡിയോ ലാർജോ നിങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എത്ര ബ്ലീഡിങ്ങോ എന്ത് വന്നാലും നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്മോൾ സൈസാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള. ഇത് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെങ്കിൽ ഒരു മാരീഡ് വുമണ് ഒരിക്കലും ഒരു സ്മോൾ സൈസ് യൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വജൈന ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ സ്മോൾ സൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് വജൈന ഏകദേശം ലൂസായിരിക്കും. അന്ന് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ഏജിനനുസരിച്ചിട്ടും നമ്മളെ കാറ്റഗറിക്ക് അനുസരിച്ച് യൂസ് ചെയ്യുക. അതായത് ലാർജ് ഹെവി ഫ്ലോ ഉള്ള ആൾക്ക് ലാർജ്, അതായത് ഒരു കുട്ടിയൊക്കെ ആയിട്ട്
ലാർജ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഫ്ലോ കുറവാണെങ്കിൽ തന്നെ മീഡിയം യൂസ് ചെയ്യുക. അതായത് യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് നിങ്ങൾ പീരീഡ്സ് ആകുന്നതിൻ്റെ മുന്നേ യൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തുകൊണ്ടായി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ മെൻസസ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് അതും കൂടി സൈസൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏജൊക്കെ നോക്കിയിട്ട് നമ്മൾ കാറ്റഗറി അനുസരിച്ച് മസ്റ്റായിട്ട് വാങ്ങുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവും. ഏറ്റവും വലിയൊരു ഡൗട്ടാണ്, അതായത് ടീനേജേഴ്സിനുള്ള ഒരു ഡൗട്ടാണ് ഈ കന്യാചർമ്മം എന്നുള്ള സാധനം, അതായത് പൊട്ടും എന്നുള്ളൊരു ഭയം. അതുകൊണ്ടായിരിക്കും ടീനേജേഴ്സ് യൂസ് ചെയ്യാത്തത്. അല്ലാതെ പിന്നെ ഡൗട്ട് വരുന്നത്, അതായത് കോപ്പർ വെക്കുന്ന ആളില്ലേ, അതായത് ഗർഭ നിരോധനത്തിനുള്ള മാർഗം വെക്കുന്ന ആൾക്കും ഡൗട്ടായിരിക്കും ഇത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആ കോപ്പർ ആ സാധനം ഇല്ല ഇളകി പോകുമോ എന്നുള്ള ഡൗട്ടുണ്ട്. പക്ഷെ അതൊന്നുമില്ല. അതായത് കോപ്പർ വെച്ച ആളാണെങ്കിൽ നമ്മൾ ബ്ലഡ് ഓൾറെഡി ഇങ്ങനെ വെക്കുന്ന സമയത്ത് ജസ്റ്റ് അത് ഊരിയെടുക്കൂലേ നമ്മൾ ബ്ലഡ്, അന്നേരം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുമായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു സംഗതിയും, അതായത് യാതൊരു വിധ തരത്തിലുള്ള പേടിക്കേണ്ട, കോപ്പറൊന്നും ഇളകി പോകില്ല. പിന്നെ ടീനേജേഴ്സിനുള്ള ഡൗട്ടാണ് കന്യാചർമ്മം എന്നുള്ള സാധനം പൊട്ടുമോ. അതൊരിക്കലുമല്ല. അതായത് കന്യാചർമ്മം എന്നാൽ ഒരു നേരിയ പാടയാണ്. അത് നമ്മൾ ചെറുതിൽ ഇപ്പോൾ സ്പോർട്സിന് പങ്കെടുക്കുന്ന ആളായിരിക്കും, ഡാൻസ് ചെയ്യുന്ന ആളായിരിക്കും, അങ്ങനത്തെ ആക്റ്റീവായിട്ടുള്ള ഒരാൾക്ക് അത് നേരിട്ട് സംഭവിക്കും. അല്ലാതെ ഈ മെൻഷർ കപ്പ് വെച്ചിട്ടൊന്നുമല്ല അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് മെൻഷർ കപ്പ് ടീനേജേഴ്സ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കോപ്പർ ഇത് വെക്കുന്ന ആളായാലും ടീനേജേഴ്സിനായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. അങ്ങനെ ഇത് വെച്ചിട്ട് ലൂസാവും, അങ്ങനെ അത് നമ്മളെ ലൈഫിനെ ബാധിക്കും, കല്യാണത്തിനെ ബാധിക്കും, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. യാതൊരുവിധ പ്രശ്നവും ഈ രണ്ട് കാറ്റഗറിയുള്ള ആൾക്കാർക്ക്, അതായത് പ്രധാനമായിട്ട് ഇതായിരിക്കും നോക്കുന്നുണ്ടാവുക, യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മേരിയുടെ ഗുണമൊന്നും നോക്കേണ്ട കാര്യമില്ല, അതൊരു പ്രശ്നമല്ല. പക്ഷേ ടീനേജേഴ്സിന് കോപ്പറ വെച്ചാക്കുവാണ് ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവും എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. പക്ഷെ യാതൊരുവിധ കാര്യവും സംഭവിക്കത്തില്ല. ഇതിൻ്റെ പിന്നെ എല്ലാവരും ഞാൻ ഇപ്പോൾ വേറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് കുറച്ച് സൈഡ് എഫക്റ്റ് എന്നുള്ള പറയാൻ കാരണം, അതായത് നമ്മളെ ഒരു ലൈഫ് നോക്കുവാണെങ്കിൽ, അതായത് സാധാരണ ഒരു ജീവിത സാഹചര്യം നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്ന, നമ്മൾ പീരീഡ്സ് ആയി ഫംഗ്ഷന് പോകുന്നത്, നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫങ്ഷൻസൊക്കെ ഉണ്ട്. നമ്മൾ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയി ഇത് വെച്ചിട്ടാണ് പോകുന്നതെങ്കിലും നമുക്ക് എന്തായാലും ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞാൽ എന്തായാലും ഇത് ഊരേണ്ട ഒരു സിറ്റുവേഷൻ വരും. നമുക്ക് അധികമൊന്നും, ഒരു സാധാരണ പേഴ്സൺ ആണ് പറഞ്ഞത്, അധികം നമുക്കിത് വെച്ചാൽ ഭയങ്കര ഒരു ഇതുണ്ടാവില്ല. എന്തായാലും നമുക്ക് നല്ല ഹെവി ബ്ലീഡിങ് ഉള്ള ആളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഫങ്ഷന് പോവുകയാണെങ്കിൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഊരിയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് പോയിട്ട് വരിക എന്നുള്ള രീതിയിൽ മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോൾ നമുക്ക് അത്ര ഒരു പ്രശ്നം ഉണ്ടാവില്ല. മെൻസ്ട്രൽ കപ്പ് വെക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സാധാരണ ഒരു പേഴ്സൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടായി, ഇത് തെറ്റാണെന്നൊക്കെ ഉണ്ടാകും. പക്ഷേങ്കിൽ നമുക്ക് ഭയങ്കര ഒരു റിയൽ ലൈഫിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് എത്രയോ നല്ലത് നമ്മൾ പാഡ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന പാഡ് നമുക്കത് മാറ്റിയിട്ട് പിന്നെ ഒട്ടിച്ച് വെക്കാമല്ലോ, അതൊന്നൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ സാധാരണ ഒരു പേഴ്സൺ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മാനേജ് ചെയ്തുകൊണ്ട്. പിന്നെ രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിട്ട് വയ്ക്കുക. അതിൻ്റെ ഒരു പോസിറ്റീവാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വെച്ചിട്ട് രാവിലെ അത് എടുത്ത് കളഞ്ഞ് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരു രാവിലെ ഒരു ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് ഒരു ഇത് വരുന്നത്. പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ, ഇത് സാധാരണ ഞാൻ പറഞ്ഞത് നമുക്ക് ബ്ലീഡിങ് എടുത്ത് മാറ്റിയിട്ട് ഒഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് മാനേജ്. പക്ഷെ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ, ഞാൻ സാധാരണ വീട്ടിലിരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും സുഖം യൂസ് ചെയ്യാനൊക്കെ മെൻസ്ട്രൽ കപ്പാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായം ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം പറഞ്ഞതേ ഉള്ളൂ. ഇനി എൻ്റെ ഈ ഒരു എൻ്റെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതൊക്കെയാണ് സാധാരണ ഒരു രീതിയിൽ മെൻസ്ട്രൽ കപ്പ്. ഇനി ഞാനിത് വെച്ചതിൻ്റെ ഒരു അനുഭവം പറയാം. കാരണം ഞാൻ കുറച്ചൊരു 6-7 മാസം മുന്നെയാണ്, അതായത് പ്രഗ്നൻസി ആവുന്നതിൻ്റെ കുറച്ച് മന്ത് മുന്നെയാണ് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചത്. അതായത് ഈ ഒരു കമ്പനീൻ്റെ സിറോണ അങ്ങനെയായിട്ടാണ് വരും, സിറോണ ഈ ഒരു കമ്പനീൻ്റെതാണ് വാങ്ങിച്ചത്.
വാങ്ങിച്ചത് വെച്ചാൽ വേറെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള ഒരു റിവ്യൂ പറയാന്നുള്ള രീതിയിൽ ആദ്യത്തെ ചാനലിലേക്ക് റിവ്യൂ പറയാന്നുള്ള രീതിയിലാണ് വാങ്ങിച്ചത് ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് വാങ്ങിച്ചത്. കൊണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ കാണുവാണെങ്കിലും ഇത് നല്ലോണം ഒരു വലിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വേണ്ടോ ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് സ്മോൾ സൈസാണ് ഉള്ളത്. വലുതായിട്ട് ഫീൽ അന്നേരം ഞാൻ വിചാരിച്ചു ഇത് മതിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്മോൾ സൈസ്. പിന്നെ എനിക്കൊരു പേടി, അഥവാ ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കയറിയിട്ട് ഉള്ളിൽ പോയി ഇങ്ങനെ കയറിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങൾ വരില്ലേ. അതുകൊണ്ട് തന്നെ സ്മോൾ സൈസ് ആട്ടോ വാങ്ങിച്ചത്. സ്മോൾ സൈസ് വാങ്ങിച്ചു. പീരീഡ്സ് ആവുമെന്ന് കാത്തിരുന്നു. അതായത് പീരീഡ്സ് ആയ സമയത്ത് സാധാരണ പോലെ ചൂടുവെള്ളത്തിലിട്ട് അത് എടുത്ത് ഞാൻ ജസ്റ്റ് ഈ ഒരു ടൈപ്പിലാട്ടോ ഫോൾഡ് ചെയ്ത് ഓക്കെ. ഭയങ്കര ഹാപ്പി. അതായത് നമുക്ക് ആദ്യമായിട്ടാണല്ലോ മെൻസ്ട്രുവൽ കപ്പ് സാധനം ട്രൈ ചെയ്തത്. ഞാൻ ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് ശരിക്കും ഞാൻ ആ സമയത്ത് ഭയങ്കര പേടിച്ചു. ഇതൊന്നല്ലായിരുന്നു സിറ്റുവേഷൻ. എന്താ പറയുക, ഇൻസേർട്ട് ചെയ്ത് കുറച്ച് ഒരു 10 മിനിറ്റൊന്നും ആയിട്ടില്ല, ഒരു 5 മിനിറ്റ് ആയപ്പോൾ ബ്ലഡ് ലീക്കായി. ഒത്തിരി ലീക്കായല്ല, ബ്ലഡ് പെട്ടെന്ന് ലീക്കായപ്പോൾ ഇനി നമുക്കിത് വെച്ച് പെട്ടെന്ന് ലീക്കായി. അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അമ്മേൻ്റെ അടുത്ത് നല്ലോണം കിട്ടിയില്ല കേട്ടോ വെച്ചിട്ട്. അതായത് അമ്മക്ക് അതിനെ പറ്റിയിട്ട് വലിയ അറിയില്ല, എനിക്കും ഇതിനെ പറ്റിയിട്ട് വലിയ അറിയില്ല. പിന്നെ ഏട്ടനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഇത് എടുക്കാൻ നോക്കും, നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ എടുക്കാൻ നോക്കൂല, എങ്ങനെ എടുക്കാൻ നോക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു സൈസ്, അതായത് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ സൈസിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അതായത് മേരീഡ് വുമൺ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്മോൾ സൈസ് വാങ്ങിക്കരുത്. വാങ്ങിച്ചാൽ നല്ല പണി കിട്ടും. അതായത് ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നല്ല ഉള്ളിലേക്ക് ഇത് കയറി പോകുന്നുണ്ട്. ആരെങ്കിലും അത് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഒരു സാധനം മാത്രമേ എനിക്കത് നോക്കിയിട്ട് അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് നോക്കുന്ന സമയത്ത് ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഏറ്റവും ടെൻഷനായിപ്പോയി. കാരണം ഒന്നുമില്ല, അത് പിടിച്ച് വലിക്കാനുള്ള ഒരിക്കലും പറ്റാത്ത രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ട്. ഞാനിങ്ങനെ ടോയ്ലറ്റിൽ ഇരുന്ന് ഒരുപാട് കാര്യം ഇങ്ങനെ എടുക്കണ്ടേ, ഇൻസേർട്ട് ചെയ്ത സാധനം വലിച്ചെടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. അപ്പോഴാണ് മനസ്സിലായത് ഒരു വജൈന ആക്റ്റീവായിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ സ്മോൾ സൈസ് നിങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾ മീഡിയം സൈസ് വണ്ണമാണ്, അഥവാ ഒരു മാരീഡ് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയാലും നിങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും ലാർജ് തന്നെ വാങ്ങിച്ചോളൂ. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അല്ലെങ്കിൽ നല്ല പണി കിട്ടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പേടിച്ചു പോകുന്നത്. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവോ ആദ്യമായിട്ട് വെക്കുന്നതാണെങ്കിൽ നല്ലോണം പേടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പീരീഡ്സ് ആകുന്നതിന് മുമ്പ് വെച്ചാൽ കുറച്ചുകൂടി കംഫർട്ട് ആവും. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കുത്തി കയറ്റിയ പോലെയൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് നേരത്തെ വെച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം. അതായത് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാൻ പറയില്ല, കാരണം ഞാൻ പിന്നീട് അത് വാങ്ങിച്ചിട്ടില്ല. എനിക്കിനി പിന്നെ ലാർജോ അല്ലെങ്കിൽ മീഡിയോ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കണം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ നിങ്ങളെ പുഷ് ചെയ്യൂല, നിങ്ങൾ വാങ്ങിക്കുന്നു. പക്ഷെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഒരിക്കലും പുഷ് ചെയ്യൂല, വാങ്ങിക്കണം നമ്മൾ പറഞ്ഞിട്ട്. അതെല്ലാം ഒരു പേഴ്സണൽ ചോയ്സാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അതായത് സൈസ് നിങ്ങൾക്ക് ഇത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ നല്ലതാണ്. അതായത് പാഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും ഒരു റേറ്റൊക്കെ നോക്കുന്ന സമയത്തും കുറച്ച് കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇത് വെച്ചാൽ നമുക്ക് അറിയത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെച്ചാൽ നമ്മൾ തീരെ അറിയത്തില്ല. അഥവാ ഞാൻ പറഞ്ഞ പോലെ എനിക്കുണ്ടായ ബ്ലഡ് ലീക്കേജ് സൈസിൻ്റെ ഒരു പ്രോബ്ലം വന്നതാണ്. അല്ലാണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. അതെല്ലാം നിങ്ങളെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ സാധാരണ ഒരു ഒരാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മാതിരി തന്നെയാണ് പറഞ്ഞത്. അല്ലാണ്ട് മെഡിക്കൽ എത്തിക്സോ അങ്ങനെ ഒന്നും നോക്കിയിട്ട് പറഞ്ഞല്ല. എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ, അതായത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്നാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.